ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ ചൈതന്യബീജികൾ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ ചൈതന്യബീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. തിരഞ്ഞെടുപ്പുകൾ നെല്ലും പതിരും തിരിച്ചറിയേണ്ട കാലമാണ്. തള്ളേണ്ടത് തള്ളുവാനും കൊള്ളേണ്ടത് കൊള്ളുവാനുമുള്ള കാലം. ഇവിടെ പിഴച്ചാൽ നമ്മളൊരു നാടിൻ്റെ ദുർവിധിക്ക് കൂട്ടുനിൽക്കുകയാവും. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ രാഷ്ട്രീയ ഗോതയിൽ വിനീത വിധേയരായി തൊഴുകൈകളുമായി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് വിഷമകരമാവുക സാധാരണമാണ്. ഇവിടെയാണ് ഒരു നാടിൻ്റെ അനുഭവങ്ങളെ ഗുരുസ്ഥാനത്തു നിർത്തേണ്ടത്. കെട്ടുകാഴ്ചകളുടെയും പൊയ്ക്കാൽ മഹത്വങ്ങളുടെയും ഇടയിൽ ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായി ഒരാളുണ്ട് കൂടെ. ഏത് ഉരകല്ലിൻ്റെ മൂർച്ചയിൽ മാറ്റുരച്ചു നോക്കിയാലും പത്തരമാറ്റ് തിളക്കമുള്ള ഒരു മനുഷ്യൻ, KU ഗോപകുമാർ എന്ന പ്രിയപ്പെട്ടവനായ ഗോപൻ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ അവൻ നാം തന്നെയാണ്. ഈ നാടിൻ്റെ സ്വത്വബോധം തന്നെയാണ്. നമ്മുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും പങ്കുവയ്ക്കുന്ന സ്വന്തം കൂടപ്പിറപ്പ്. നിത്യേന ഈ നാടിൻ്റെ ജീവിത പരിസരങ്ങളിൽ ഇടപെടുന്ന ഗോപനെക്കുറിച്ച് ഒരു മുഖവുര അനാവശ്യമായി പോകും. രാഷ്ട്രീയ പ്രവർത്തകനായി, സഖാവായി, കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സംഘാടകനായി, സ്കൂൾ PTA ഭാരവാഹിയായി, റെസിഡൻറ്റ് അസോസിയേഷൻ ഭാരവാഹിയായി, ഉത്സവ നടത്തിപ്പുകാരനായി, അങ്ങനെ ജീവിതഗന്ധിയായ നമ്മുടെ സങ്കീർണതകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗോപൻ. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം സൂക്ഷിക്കാതെ ഒരു നാടിനു വേണ്ടി പുരുഷായുസ്സു സമർപ്പിച്ച ഒരു പച്ചയായ നാട്ടുമനുഷ്യൻ. ജീവിത സന്ധാരണത്തിനായി മല്ലടിക്കുന്ന ഒരു ചുമട്ടു തൊഴിലാളിക്ക് എങ്ങനെയാണ് ഈ നാടിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കൂടി ചുമക്കാനാവുക എന്ന് നമ്മൾ അത്ഭുതം കൂറിപ്പോകും. പ്രളയകാലത്ത് നാം വിറങ്ങലിച്ചു നിന്നപ്പോൾ, കോവിഡ് പകർച്ചവ്യാധിയിൽ നമ്മളാകെ ഭീതി പൂണ്ടു നിന്നപ്പോൾ ഈ നാടിന് കൂട്ടായി ഗോപനുണ്ടായിരുന്നു കൂടെ. ഗണേഷ് ഗിരിയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖമായ ധന്യ തിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോപൻ സംഘടനയുടെ ജീവാത്മാവാണ്. അന്നം തേടി ധന്യയുടെ സുഹൃത്തുക്കൾ പല വഴി പിരിഞ്ഞപ്പോൾ തളർന്നു വീഴാതെ ധന്യ എന്ന നാടിൻ്റെ സാംസ്കാരിക കൂട്ടായ്മ നിലനിന്നത് ഗോപൻ്റെ പ്രയത്നങ്ങളുടെ നട്ടെല്ലിലാണ്. ധന്യ നേടിയ ഓരോ അഭിമാനങ്ങളിലും ഗോപൻ്റെ വിയർപ്പുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, തിരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മതയോടെ കതിരും പതിരും തിരിച്ചറിയേണ്ട കാലമാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആട്ടിൻ തോലണിഞ്ഞ് മതതീവ്രവാദങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനിരിക്കുമ്പോൾ ആദർശ ജീവിതം പൊതിഞ്ഞുകെട്ടി അവസരവാദ രാഷ്ട്രീയ പേക്കോലം കെട്ടി
നമുക്കിടയിലേക്ക് കൂപ്പുകൈകളുമായി വരാനിരിക്കുമ്പോൾ വർഗീയവാദവും അവസരവാദ രാഷ്ട്രീയവുമല്ല, ഭേദചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയ മതിൽക്കെട്ടുകൾക്കും ഉപരിയായി വികസനവും ക്ഷേമവുമാണ് ഈ നാടിന് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. നന്മയുടെ വിജയം കാവ്യനീതിയാണ്. കാവ്യനീതി ജയിക്കട്ടെ. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭ 23-ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് KU ഗോപകുമാറിനെ ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ചരിത്ര വിജയം നൽകണമെന്ന് എല്ലാ നന്മയുള്ള മനസ്സുകളോടും ധന്യ സാംസ്കാരിക പ്രവർത്തകർ വിനീതപൂർവം അഭ്യർത്ഥിക്കുന്നു.